ഹായ്, ഞാൻ ഷിബു ഭരതൻ. ഞാനിന്ന് നിൽക്കുന്നത് കാക്കനാട് അത്താണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുപാട് പഴച്ചെടികൾ നട്ടുപിടിപ്പിച്ച സ്ഥലത്ത് കാട് പിടിച്ച് ആളുകൾ നോക്കാണ്ട് കാട് പിടിച്ച് കയറിയ സ്ഥലത്ത് നമ്മളത് വെട്ടിത്തെളിച്ച് മനോഹരമാക്കി പഴച്ചെടികൾക്ക് വളം ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം വളരെ മനോഹരമായി വെട്ടിത്തെളിച്ച് അത് ക്ലീൻ ചെയ്ത് ചെടികൾക്കെല്ലാം വളം ചെയ്ത് അതിന് ഫംഗിസൈഡ് മരുന്നൊക്കെ അടിച്ച് ആ പറമ്പ് തന്നെ മനോഹരമാക്കാൻ വന്നിരിക്കുകയാണ്. സ്ഥലം മത്താണിയാണ്, കാക്കനാടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളൊരു കാര്യം ചിന്തിക്കുക, നമ്മൾ പഴച്ചെടി ഒരു താല്പര്യത്തോടുകൂടി വെച്ചിട്ട് കാര്യമില്ല, അത് മെയിൻ്റനൻസ് കൂടി ചെയ്യണം. എന്നാലേ നമുക്കതിന് അത് നമ്മൾ ആഗ്രഹിച്ച പോലെ കായ്ഫലം കിട്ടുകയുള്ളൂ. എപ്പോഴും ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും പറമ്പിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് പുല്ലുകളൊക്കെ വെട്ടിത്തെളിച്ച് തടമെടുത്ത് കൃത്യസമയത്ത് വളം ചെയ്താൽ മാത്രമേ നമുക്ക് മനോഹരമായ ആ ചെടിയുടെ ഒരു ആരോഗ്യവും കായ്ഫലവും ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ മെട്രോ സിറ്റി പോലത്തെ സ്ഥലത്ത് ഒരു 50 സെൻറ്റ് സ്ഥലത്താണ് ഈ പഴങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ചുറ്റും ഫ്ലാറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു ഭൂമി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ ഓണർ ഖത്തറിലാണ്. അപ്പോൾ നമ്മളെ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് വളം ചെയ്യാൻ വന്നതാണ്. അപ്പോൾ പറമ്പെല്ലാം ക്ലീൻ ചെയ്ത് വേണ്ടാത്ത മരങ്ങളുടെ ബ്രാഞ്ചസൊക്കെ വെട്ടിമാറ്റി അല്ലെങ്കിൽ ഒതുക്കി ഒന്ന് പ്രൂൺ ചെയ്ത് മനോഹരമാക്കിയിട്ടാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ വർക്ക് തുടങ്ങി ഒരു കോർണറിൽ നിന്ന് ആണ് നമ്മൾ വർക്ക് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അവിടെ തൊട്ട് പുല്ലെല്ലാം ക്ലീൻ ചെയ്ത് വളമിടാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ മൊത്തം പുല്ല് പിടിച്ച് മോശമായി കിടന്നിരുന്ന ആയിരുന്നു. പക്ഷെ നമ്മൾ മെഷീൻ ആദ്യം ഒന്ന് വെച്ചു, പുല്ലിൻ്റെ നീളമൊക്കെ കുറച്ചു. രണ്ടാമത് അതിൻ്റെ കട ഉൾപ്പെടെ പുല്ലിൻ്റെ ചുവട് ഉൾപ്പെടെ എടുത്ത് കളയുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. എല്ലാ മരങ്ങൾക്കും എല്ലാ പഴച്ചെടികൾക്കും തടമെടുത്ത് വളമിടാനുള്ള തയ്യാറെടുപ്പിലുള്ള പണിയുടെ തുടക്കമാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വർക്ക് കിടക്കുന്നത് കാക്കനാടാണ്. കാക്കനാട് നമ്മുടെ അത്താണി ഭാഗത്താണ് വർക്ക് കിടക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ചുറ്റും ബിൽഡിങ്ങാണ്, എല്ലായിടത്തും ഫ്ലാറ്റുകളും നിറയെ ഫ്ലാറ്റുകളൊക്കെയാണ്. ഇത് കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ നടുവിലൊരു പ്രോപ്പർട്ടിയാണ് നല്ല മനോഹരമാക്കാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതുപോലെ മണ്ണ് വെട്ടിയിട്ട, ഇതുപോലെ കൈക്കോട്ടിക്ക് വെട്ടിയിട്ട മണ്ണാണ്. അതുപോലെ ഒന്ന് ഓടിച്ചൊന്ന് കുടഞ്ഞിട്ട് ആ പുല്ല് മാത്രം ഇതുപോലെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആണല്ലേ. അപ്പോൾ മണ്ണെല്ലാം മാറി ആ പുല്ല് മാത്രമാവും. അങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ പറമ്പ് വൃത്തിയാക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നല്ല രീതിയിൽ തന്നെ ചെയ്താൽ അത് പെട്ടെന്ന് പുല്ല് പിടിക്കാതെ ഇരിക്കുകയുള്ളൂ. ഇതുപോലെ പുല്ലുകൾ മാത്രം അതിൻ്റെ അകത്ത് ഒന്ന് ഇളക്കി മാറ്റിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഓറഞ്ചൊക്കെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും ഇതുപോലെ ഓറഞ്ചൊക്കെ മേടിച്ച് വെച്ച് നമ്മുടെ ക്ലൈമറ്റിൽ ഓറഞ്ചെല്ലാം കായ്ക്കുന്നതാണ് ഇപ്പോൾ. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊന്ന് പ്രൂൺ ചെയ്യാൻ പോവുകയാണ്. ലിച്ചീനെ നല്ല മനോഹരമാക്കി പ്രൂൺ ചെയ്ത് തന്നെ നിർത്തും. അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫ്ലാറ്റുകളാണ്, ചുറ്റും ഫ്ലാറ്റുകളാണ്. ഇതുപോലെ വലിയ ഫ്ലാറ്റുകളാണ് ചുറ്റും, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള മെട്രോ സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഒഴിഞ്ഞ പറമ്പ് വളരെ അപൂർവമാണ്. ഇതുപോലത്തെ ഒഴിഞ്ഞ പറമ്പുകളൊക്കെ കിടക്കുന്നത്. അതും ആളില്ലാത്തതിനാലാണ് ഇതിങ്ങനെ കാട് പിടിച്ച് കയറിപ്പോയത്. അപ്പോൾ വളങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പഴങ്ങൾ നമുക്ക് കഴിക്കാം. പേര ഇനങ്ങളൊക്കെ തന്നെ ഒത്തിരി ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കളകേറി മോശമായി പറമ്പ് മൊത്തം കളകേറി, പഴച്ചെടികളുടെ ചുറ്റും കളകേറി മോശമായിരിക്കുന്ന പറമ്പ് നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ വളം ചെയ്യുന്നത്. അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക്, അതിന് മുന്നിൽ ചാണകപ്പൊടി,
വേപ്പിൻ എല്ലുപൊടി, ഇതെല്ലാം ട്രൈക്കോഡർമ, സ്യൂഡോമോണസ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വളം ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം. ആദ്യം ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, ട്രൈക്കോഡർമ, വാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ആ വാമൊക്കെ എടുത്തിട്ടോ. അപ്പോൾ എല്ലുപൊടിയാണ്. അപ്പോൾ പുല്ലും വേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നതെല്ലാം നമ്മൾ കത്തിച്ച് കളയുകയാണ്. ഒരു സൈഡിലിട്ട് ഒരു അരികിൽ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം കത്തിച്ച് കളയുകയാണ്. കാര്യം വേറെ മാർഗ്ഗമില്ല. കാര്യം ഇവിടെ മെട്രോ സിറ്റി പോലത്തെ സ്ഥലത്തൊക്കെ വേസ്റ്റ് കളയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു തരി പ്ലാസ്റ്റിക് ഇല്ലാണ്ട് ഇവിടെ വർക്ക് ചെയ്ത പുല്ലും കളയും ഉണക്ക മടലും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ കത്തിച്ച് കളയുന്നത്. അപ്പോൾ പരിസ്ഥിതിക്ക് ഒരു തരത്തിലുള്ള കേടും അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള മലിനീകരണമായിട്ടുള്ള ഒരു തരത്തിലുള്ള സംവിധാനവും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ പുകയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള മരങ്ങൾക്കൊക്കെ നല്ലതാണ്. അത്യാവശ്യം നമ്മൾ നീം ഓയിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡും ഫംഗസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ പ്ലാന്റുകളൊക്കെ നിൽക്കും. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ അറിയാം നല്ല ആരോഗ്യത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്.